കഴിഞ്ഞ ദിവസവും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കുറേ ഫയലുകൾ കൂടി പുറത്തുവിട്ടു. ആ ഫയലുകളിൽ ഒന്നിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പരാമർശിക്കുന്നത്. ജൂലൈ 2017 ജൂലൈ 9 ജെഫ്രി എപ്സ്റ്റീൻ ജയ്ബർ വൈ എന്ന ഒരാൾക്ക് ഈ ഒരു ഇമെയിൽ അയക്കുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് പോയി അവിടെ എത്തിയതിനു ശേഷം US പ്രസിഡന്റിനായി അദ്ദേഹം പാട്ടും നൃത്തവും ആടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു പ്രയോഗമാണ്. അതായത് US പ്രസിഡന്റിന്റെ ഇംഗിതത്തിനനുസരിച്ച് അദ്ദേഹം അവിടെ കളിച്ചു എന്നുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇറ്റ് വർക്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മെയിൽ അവസാനിപ്പിക്കുന്നത്. അതായത് എന്തോ ഒരു ലക്ഷ്യം നേടി എന്നുള്ള ഒരു സൂചന ഈ ഒരു ജെഫ്രി എപ്സ്റ്റീന്റെ ഈ മെയിലിൽ കാണുന്നുണ്ട്. एक अदानी जी पर केस है यूनाइटेड स्टेट्स में. वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है. दूसरा है एप्स्टाइन फाइल्स, वो अभी रिलीज नहीं हुआ है. देश ये समझ ले कि प्रधानमंत्री कॉम्प्रोमाइज्ड है. സർക്കാരിന്റെ വിവരങ്ങൾ ഇന്ത്യ അറിയുന്നത് ട്രംപ് വഴിയാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. എപ്സ്റ്റീൻ ഫയലും അദാനിക്കെതിരായ കേസും ഉപയോഗിച്ചാണ് കരാറിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതെന്ന് രാഹുൽ ഗാന്ധി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്.